എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പാലക്കാട് ജില്ലയിലുള്ള കായ്പുറം എന്ന സ്ഥലത്താണ്. കിഷോറിൻ്റെ വീട്ടിൽ ഒരു ഗാർഡൻ റീഡിസൈൻ മേക്ക് ഓവറിനാണ് നമ്മൾ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിനും കുടുംബത്തിനും അത്യാവശ്യം കുറച്ച് പച്ചക്കറികൾ കിട്ടുന്ന രീതിയിൽ ഈ ഗാർഡൻ ഒന്ന് മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വന്നത്. നിങ്ങൾക്ക് കാണാം, ഇവിടെ ഇടതൂർന്ന് നിൽക്കുന്ന ഈ മരങ്ങൾ കാരണം വെളിച്ചം അകത്തേക്ക് കയറുന്നത് വളരെ കുറവാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് പ്രൂൺ ചെയ്ത് പുതിയ ഗാർഡൻ ബെഡുകളെല്ലാം ഒന്ന് റെഡിയാക്കി അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും കാണിച്ചു കൊടുക്കുകയും അവർക്ക് ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഗാർഡൻ, വെജിറ്റബിൾ ഗാർഡൻ വീട്ടിൽ തന്നെ ചെയ്യാനുമുള്ള പരിപാടികളെല്ലാം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് വന്നത്. ഇത് നമ്മൾ സൈറ്റ് വിസിറ്റും എല്ലാം കഴിഞ്ഞു. ഇവിടെ ഇംപ്ലിമെൻറ്റേഷൻ ഫേസ് ആണ്. നമ്മളിവിടെ ഇതെല്ലാം ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. ഡേ 1 ആണ് ഈ കാണുന്നത്. അങ്ങനെ ഈ ദിവസം തുടങ്ങുന്നത് വളരെ മനോഹരമായ ഒരു ബ്രേക്ക്ഫാസ്റ്റിലാണ്. പുട്ടും ചെറുതേനും. ഈ ചെറുതേനും ഒഴിച്ചു തരുന്നതാണ് നമ്മുടെ കിഷോർ ബ്രോ. അങ്ങനെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പുട്ടും ചെറുതേനും ചമ്മന്തിപ്പൊടിയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കുന്നത്. അടിപൊളിയായിരുന്നു, സൂപ്പർ. ഹൈവേയോട് ചേർന്ന് കിടക്കുന്ന കിഷോറിൻ്റെ ഈ പ്ലോട്ടിൽ നമ്മളൊരു പച്ചക്കറി തോട്ടം കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ഇതിനൊരു ഫെൻസിങ്ങും കൂടി ചെയ്യാതെ ചെയ്യുന്നത് ശരിയാവില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം അതിൽ പിടിക്കുന്നില്ല. ബാക്കി നമുക്ക് പച്ചക്കറി വീട്ടിലേക്കുള്ള എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളൊരു ഓട്ടോയും പിടിച്ച് നേരെ അടുത്ത നഴ്സറിയിലേക്ക് വിട്ടു. പച്ചക്കറി തൈകളും വളവും കാര്യങ്ങളെല്ലാം എടുത്ത് തിരികെ വീട്ടിലെത്തിയപ്പോഴേക്കും നല്ല മഴ. എന്നാൽ പിന്നെ കുറച്ച് വിത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ആ വിത്ത് കൊണ്ടുവന്നിരിക്കുന്നതെല്ലാം നമ്മളങ്ങോട്ട് പാകി എല്ലാം സെറ്റാകാം. അപ്പോൾ മഴയും മാറും. അത് കഴിഞ്ഞ് ബാക്കിയുള്ള പരിപാടി തുടങ്ങാമെന്ന് ചോദിച്ച് ഞങ്ങൾ പച്ചക്കറി തൈകളും എല്ലാം മാറ്റി അവിടെ വെച്ച് മഴ കൊള്ളാൻ വെച്ചിട്ട് വിത്ത് പാകൽ പരിപാടി തുടങ്ങി. വിത്തുവാകൽ പരിപാടികളെല്ലാം കഴിഞ്ഞു. അങ്ങനെ മഴ ഒന്ന് ചെറുതായിട്ടൊന്ന് തോർന്നപ്പോഴേക്കും അടുത്ത പരിപാടിക്കായി ഞങ്ങൾ കയറി. അതായത് മരങ്ങൾ പ്രൂൺ ചെയ്യാൻ വേണ്ടിയായിരുന്നു. ഈ പറമ്പിലേക്ക് അത്യാവശ്യം വെയിൽ കിട്ടണമെങ്കിൽ കുറച്ച് മരങ്ങൾ നമ്മൾ പ്രൂൺ ചെയ്യേണ്ടിയിരുന്നു. ഇത്തിരി സങ്കടകരമായ ടാസ്ക്കാണ് നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന മരങ്ങൾ പ്രൂൺ ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഫംഗ്ഷൻ, നമുക്കൊരു പ്രൊഡക്റ്റീവായിട്ടുള്ള സിസ്റ്റമാണ് വേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ സ്നേഹം, ഇമോഷണൽ സെൻസ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പ്രൂൺ ചെയ്യേണ്ടത് പ്രൂൺ ചെയ്തേ പറ്റൂ. അങ്ങനെ ആ പരിപാടിയിലേക്ക് ഞാൻ കയറി. സൈഡിലുള്ള കുറച്ച് ചെടികളും പറിച്ചു മാറ്റിക്കൊണ്ടിരുന്നപ്പോഴാണ് അതിൻ്റെ ഇടയിൽ ഒരാളിരിക്കുന്നു. ഈ ചെത്തിച്ചെടികളുടെ ഇടയിൽ ഇരിക്കുന്നത് ഒരു റെഡ് വിസ്കറ്റ് ബുൾബുളിൻ്റെ കൂടാണ്. അതിൻ്റെ അകത്ത് ഒരു കുഞ്ഞും. ഒരാഴ്ച കൂടി കഴിയുമ്പോൾ അത് പറക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറും. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ ആ കൂട് പതുക്കെ പൊക്കിയെടുത്തു. അതിനിരിക്കാൻ വേണ്ടി ഒരു ടെമ്പററി കൂടുണ്ടാക്കി അവിടെ മാറ്റി ഒന്ന് ഹാങ് ചെയ്തു. അങ്ങനെ ഡേ 1 ടാസ്കുകളൊക്കെ ഏകദേശം ഒന്ന് ഒതുക്കിയിട്ട് ഞങ്ങൾ താമസിക്കാനുള്ള ഒരു സ്ഥലം നോക്കാൻ വേണ്ടി പോയി. ആ പോയതൊരു ചെറിയൊരു കാട്ടിൽ കൂടിയാണ്. അങ്ങനെ ഡേ 1 വൈൻഡപ്പ് ചെയ്ത് ഞങ്ങൾ അടുത്ത ദിവസത്തേക്കുള്ള പ്രിപ്പറേഷൻസുമായി പോയി. അടുത്ത ദിവസം നമ്മളിവിടെ ഷാജഹാൻ ബായും കൂടി ഉണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഹെർക്കുലിയൻ ടാസ്കുകളുണ്ട്. അതൊക്കെ ചെയ്യുന്ന നമ്മുടെ ഷാജഹാൻ ബായാണ്. ഹായ് പോളിയ ക്യാമറ ഹായ് ബോൾ.